സ്നേഹമുള്ള സഹോദരങ്ങളെ, നമ്മളെല്ലാവരും ഒരു ദിവസം ഒരുപാട് തവണ ഒളു എടുക്കുന്നവരാണ്. പള്ളികളിലും വീടുകളിലും നമ്മൾ ഒളു ചെയ്യുന്നുണ്ട്. പക്ഷെ ഭൂരിപക്ഷം ആളുകളും ശ്രദ്ധിക്കാത്ത ചില കാര്യങ്ങളാണ് നിങ്ങളെ ഉണർത്താൻ ആഗ്രഹിക്കുന്നത്. നമ്മൾ സ്വാഭാവികമായും പള്ളിയിൽ കയറി ചെന്നാൽ ഒട്ടുമിക്ക പള്ളികളിലും ഇങ്ങനെ ഒരു ബോർഡ് കാണാം: വെള്ളം പാഴാക്കരുത്, ഡോണ്ട് വേസ്റ്റ് വാട്ടർ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ചില പള്ളികളിലെങ്കിലും ടാപ്പ് വളരെ കുറച്ച് വെള്ളം വരുന്നത് പോലെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അതിൻ്റെയൊക്കെ അവരുദ്ദേശിക്കുന്നത് എന്താണ്? വെള്ളം കുറച്ച് ഉപയോഗിക്കുക. അത് പള്ളി കമ്മിറ്റിക്ക് വെള്ളം കിണറ്റിലില്ലാത്തത് കൊണ്ട് മാത്രമല്ല. ഇസ്ലാമിൽ ഒരു കാര്യത്തിനും ദൂർത്ത് പാടില്ല, ഒരു വിഷയത്തിനും ദൂർത്ത് പാടില്ല. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം ദൂർത്ത് പാടില്ല എന്ന് പറഞ്ഞ വിഷയമാണ് വുളൂ ചെയ്യുമ്പോൾ വെള്ളം ഉപയോഗിക്കുക എന്നുള്ളത്. വുളൂ ചെയ്യുമ്പോൾ വളരെ കുറച്ച് വെള്ളം ഉപയോഗിക്കുക എന്നുള്ളതാണ് സുന്നത്ത്. സഅദ് റളിയല്ലാഹു അൻഹു ഒരുപാട് വെള്ളം ഉപയോഗിച്ച് വുളൂ ചെയ്യുന്നത് കണ്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ ഹാദ സർഫ് യാ സഅദ്. സഅദ്, ഇതെന്തൊരു ദൂർത്താണെന്ന് ചോദിച്ചപ്പോൾ സഅദ് ചോദിച്ചു, അള്ളാന്റെ റസൂലെ, ഒതു ചെയ്യുന്ന വെള്ളത്തിന് ദൂർത്തുണ്ടെന്ന് ചോദിച്ചപ്പോൾ, നീ ഒഴുകുന്ന നദിയിൽ നിന്ന് ഒതു ചെയ്യുകയാണെങ്കിലും അവിടെ ദൂർത്ത് കാണിക്കരുതെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇനി നമ്മൾ ആലോചിക്കുക, നമ്മൾ എങ്ങനെയാണ് ഒതു ചെയ്തത്? പള്ളിയിലേക്ക് വന്നാൽ നമ്മൾ ഒതു ചെയ്യുന്നത് ഇതുപോലെ ടാപ്പുകളായിരിക്കും. ഇതുപോലെ ടാപ്പുകൾ ഇങ്ങനെ തുറന്നിട്ടാണ് നമ്മൾ ഒതു ചെയ്യുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ, ഇങ്ങനെ തുറന്നിട്ട് ഒതു ചെയ്യുമ്പോൾ എത്ര വെള്ളം നമുക്ക് നഷ്ടപ്പെടുന്നുണ്ട് എന്ന് നമുക്ക് നോക്കാം. ഞാൻ ഒതു ചെയ്യാൻ പോവാണ്, നിങ്ങൾ ജസ്റ്റ് ഒന്ന് കാണും. ഞാൻ ഉദു കൊടുക്കാൻ ഉപയോഗിച്ച വെള്ളത്തിൽ ബാക്കി വന്നത്, അത് പുറത്തേക്ക് വീണ വെള്ളമാണ്. ഇതിൽ നിന്ന് ഞാൻ കൈ കഴുകുമ്പോൾ മുഖം കഴുകിയ പുറത്തേക്ക് തെറിച്ച് വെള്ളം പുറത്ത് പോയിട്ടുണ്ടാവും. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഈ ബക്കറ്റ് വെള്ളം, വലിയൊരു ബക്കറ്റിലെ ഫുൾ വെള്ളം ഞാൻ ഉദു കൊടുക്കാൻ ഉപയോഗിച്ചു. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇവിടെ പള്ളി വരുന്ന ആളുകളൊക്കെ അത്രയും ഉപയോഗിക്കണം, എത്ര വെള്ളം നമ്മൾ വേസ്റ്റ് ആക്കുന്നുണ്ട്. ഇത്രയും വെള്ളം വേസ്റ്റ് ആണ്. ഞാൻ മുഖത്തൊഴിച്ച വെള്ളമൊക്കെ പുറത്താണ് പോയത്. ഇത് വെറുതെ ടാപ്പ് തുറന്നിട്ടിട്ട് പുറത്തു പോയ വെള്ളമാണ്. ഇപ്പോ സാധാരണ ഭൂരിപക്ഷം ആളുകളും പള്ളിയിൽ വന്നാൽ ഒതു കൊടുക്കുന്ന ഒരു രീതിയും അതിന് ചെലവാകുന്ന വെള്ളവും നമ്മൾ കണ്ടു. ഇനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒതു കൊടുത്തിരുന്ന വെള്ളത്തിന്റെ കണക്ക് എത്രയായിരുന്നു? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒതു കൊടുക്കുമ്പോൾ ദൂർത്ത് പാടില്ല എന്ന് പറഞ്ഞു. റസൂൽ എത്ര വെള്ളം കൊണ്ടാണ് ഒതു കൊടുത്തത്? സഹീഹ് ബുഖാരിയിലും മറ്റു വന്ന ഹദീസിൽ കാണാം, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യതവല്ലഉ ബിൽ മുദ്ദി വയഗ്തസിലു ബിസ്സാഇ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മുദ്ദ് കൊണ്ട് ഒതു ചെയ്യുകയും ഒരു സാഅ കൊണ്ട് കുളിക്കുകയും ചെയ്യുന്നത് എന്ന ഹദീസിൽ കാണാം. അപ്പൊ ഒരു മുദ്ദ് കൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒതു കൊടുത്തത്. ഒരു മുദ്ദ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഏകദേശം ഈ ഗ്ലാസ് വെള്ളം, ഒരു ഗ്ലാസ് ഫുൾ വെള്ളമാണ് ഒരു മുദ്ദ് എന്ന് പറഞ്ഞാൽ. ഇതൊക്കെ കുറച്ച് കുറവായിരിക്കും. ഇതുകൊണ്ട് നമുക്ക് ഒതു ചെയ്യാൻ പറ്റും? പൂർണ്ണമായും ഒതു ചെയ്യാൻ പറ്റും. നിങ്ങൾ നോക്കൂ, നമുക്ക് അത് ഒതു ചെയ്ത് കാണിക്കാം. ഞാൻ 3 പ്രാവശ്യം ഉപയോഗിക്കുന്നുണ്ട്. നമുക്കറിയാം, വെള്ളമില്ലാത്ത അവസരത്തിൽ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും അവസരങ്ങളാണെങ്കിൽ നമുക്ക് 1 പ്രാവശ്യമോ 2 പ്രാവശ്യമോ ചെയ്താൽ മതിയായിരിക്കും. പക്ഷെ തല തടവൽ എപ്പോഴും 1 പ്രാവശ്യം മാത്രമാണ്.
എന്റെ ഒരു ഒതുച്ചൽ കഴിഞ്ഞു. ഇതില് ഇത്രയും വെള്ളം ബാലൻസ് ആണ്. 3 പ്രാവശ്യം ഞാൻ ഒതുച്ചു. നമ്മൾ ചില സമ്മേളനങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾ ക്യൂ നിൽക്കുന്നുണ്ടാവും. കുറച്ച് 1-2 ടാപ്പുകൾ മാത്രമല്ല, അല്ലെങ്കിൽ കല്യാണങ്ങളിൽ പോയാൽ അല്ലെങ്കിൽ ഒതു ചെയ്യേണ്ട അതിലെ അവസരങ്ങളിൽ ഒരുപാട് ആളുകൾ ക്യൂ നിൽക്കുന്ന ആളുകൾ വിശദമായിട്ട് 3 പ്രാവശ്യം ഒതു ചെയ്യുന്നത് കാണാം. 3 പ്രാവശ്യം ഒരു അവയവങ്ങളും കഴുകുന്ന ആ സുന്നത്ത് സ്വീകരിക്കുന്നത് കാണാം. അവിടെ നമ്മൾ വെള്ളം കുറവുള്ള സമയത്തോ അല്ലെങ്കിൽ ആളുകൾ ഒരുപാട് ക്യൂ നിൽക്കുന്ന സമയത്തോ നമുക്ക് 1 പ്രാവശ്യമോ 2 പ്രാവശ്യമോ കഴുകാവുന്നതാണ്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒതു ചെയ്യുമ്പോൾ 3 പ്രാവശ്യം എല്ലാ അവയവങ്ങളും കഴുകി തല 1 പ്രാവശ്യം തടവി എന്ന ഹദീസുണ്ട്. അതുപോലെ എല്ലാ അവയവങ്ങളും കൈകൾ, അതുപോലെ മുഖം, കാലുകൾ, മുൻകൈ ഒക്കെ, മുഖമൊക്കെ 2 പ്രാവശ്യം കഴുകുകയും തല 1 പ്രാവശ്യം തടവുകയും ചെയ്ത ഹദീസുണ്ട്. അതുപോലെ തന്നെ എല്ലാ അവയവങ്ങളും ഓരോ പ്രാവശ്യം കഴുകുകയും തല അടക്കം എല്ലാം 1 പ്രാവശ്യം കഴുകുകയും തല 1 പ്രാവശ്യം തടവുകയും ചെയ്തു എന്ന ഹദീസുമുണ്ട്. അപ്പൊ ഏതും നമുക്ക് സ്വീകരിക്കാം, എല്ലാം സുന്നത്തിൽപ്പെട്ടതാണ്. അപ്പൊ ആവശ്യമായ സമയത്ത് ആളുകൾ നമുക്ക് പിന്നിൽ ഒരുപാട് ക്യൂ നിൽക്കുക അല്ലെങ്കിൽ വെള്ളമില്ലാത്ത അവസരത്തിലൊക്കെ നമുക്ക് 1 പ്രാവശ്യം ചെയ്താൽ മതി. അപ്പൊ 1 പ്രാവശ്യം നമ്മൾ അത് ചെയ്യുകയാണെങ്കിൽ ഇതിന്റെ പകുതി വെള്ളം മാത്രമേ നമുക്ക് ഉപയോഗിക്കേണ്ടതുള്ളൂ എന്നറിയാം. ഇനി എല്ലാവർക്കും ഇതുപോലെ ഒരു ഗ്ലാസ്സിലുള്ള വെള്ളം എടുത്ത് കറക്റ്റ് ആയിട്ട് പാലിച്ചോളണമെന്നില്ല. അതുപോലെ നേരത്തെ ഫസ്റ്റ് കാണിച്ചതുപോലെ ഒരുപാട് ദൂർത്ത് ഒഴിവാക്കണമെന്ന് ആഗ്രഹം ഉണ്ടാവും. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത്, സാധാരണ നിങ്ങൾ പള്ളിയിൽ വന്നാൽ ചെയ്യേണ്ടത്, ഇതുപോലെ ടാപ്പ് ഉണ്ടെങ്കിൽ നമ്മൾ കൈ ഇങ്ങനെ വെക്കുക, ടാപ്പിന്റെ മുകളിൽ ചെറുതാക്കി തുറക്കുക, ഇത്രയും തുറക്കുക. എന്നിട്ട് ബിസ്മില്ലാഹ് എന്ന് പറഞ്ഞ് മുൻകൈ കഴിക്കുന്നതിന് ശേഷം ഈ വെള്ളം എടുത്ത് ഈ കൈ ഇതിന്റെ മുകളിൽ തന്നെ വെക്കുക. 1 പ്രാവശ്യം മൂക്കി വെള്ളം കറ്റിച്ചിട്ട് കൊപ്പിളിച്ചു. 2ാമത്തെ പ്രാവശ്യം ഓരോന്ന് ചെയ്യുമ്പോഴും കൈ ഇവിടെ ഇങ്ങനെ ക്ലോസ് ചെയ്യുക. പിന്നെയും തുറക്കുക, കയ്യിൽ വെള്ളം എടുക്കുക, ഒരു കൈ കൊണ്ട് പെട്ടെന്ന് ക്ലോസ് ചെയ്യാം. അങ്ങനെ നമ്മൾ മുഖം 3 പ്രാവശ്യം കഴിച്ചു കഴിഞ്ഞാൽ ഇവിടെ വെള്ളം എടുത്തതിന് ശേഷം നോക്കുമ്പോൾ നിങ്ങൾ ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോഴും വെള്ളം കുറച്ച് ഉപയോഗിക്കാൻ നമുക്ക് സാധിക്കും. വെള്ളം കുറച്ച് ഉപയോഗിക്കാൻ നമുക്ക് സാധിക്കും. വളരെ കുറച്ച് തുറന്നു. ഇനി എല്ലായിടത്തും ഇതുപോലുള്ള ടാപ്പുകൾ കിട്ടിക്കോളുന്നില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, ടാപ്പ് പഴുവിന്റെ പരമാവധി കുറച്ച്, ഇരിക്കുന്ന ടാപ്പാണെങ്കിൽ ഇത്രയെങ്കിലും തുറന്നില്ല, എന്നാൽ കുറച്ച് വെള്ളമേ പോവുള്ളൂ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എത്രത്തോളം നമുക്ക് കുറച്ച് വെള്ളം ഉപയോഗിക്കാൻ സാധിക്കും, ഏറ്റവും അപ്തലായ രീതി ഇത്രയും വെള്ളം ഉപയോഗിക്കണം. സാധിക്കുന്നില്ലെങ്കിൽ ഈ രൂപത്തിലെങ്കിലും തിരിച്ചിട്ടിട്ട് ഉപയോഗിക്കാൻ ശ്രമിക്കുക. ഒരിക്കലും നമ്മൾ ആദ്യം കാണിച്ചിലേക്ക് പോകും. ഇത് സർഫാണ്, ഇത് അള്ളാഹുവിന്റെ മുമ്പിൽ നമ്മൾ കണക്ക് പറയേണ്ടി വരും എന്ന് നമ്മൾ മനസ്സിലാക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല സുന്നത്തനുസരിച്ച് പ്രവർത്തിക്കാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.